വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള നടപടികളിലേക്ക് കടന്ന സർക്കാർ സ്ഥലം കണ്ടെത്താൻ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തി. വിവിധ വകുപ്പുകളോട് ഉചിതമായ സ്ഥലം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വി എ ഗിരീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഗിരീഷ്, എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സ്മിത. ഗുഡ് മോർണിംഗ് കൃഷ്ണ. മേപ്പാടി പഞ്ചായത്തിൽ ഒരു ടൗൺഷിപ്പ് നിർമ്മാണത്തിനാണ് സർക്കാർ ഇപ്പോൾ നടപടികൾ തുടങ്ങിയത്. ദുരന്തബാധിതരെ പൂർണ്ണമായും ഈ ഭാഗത്തേക്ക്, ഈ ടൗൺഷിപ്പിലേക്ക് പുനരധിവസിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിരുന്നു. ഇതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങൾക്ക് ഇപ്പോൾ സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ടൗൺഷിപ്പിനുള്ള സ്ഥലം കണ്ടെത്താൻ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷനെയാണ് സർക്കാർ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മുൻ വയനാട് കളക്ടറും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറും നിലവിൽ ലാൻഡ് ബോർഡ് സെക്രട്ടറിയുമായ എ ഗീതയാണ് ഈ ദൗത്യം ഇപ്പോൾ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പുകളിലുള്ളവരെ വാടക വീടുകളിലേക്ക് മാറ്റിയാൽ ഉടൻ തന്നെ ടൗൺഷിപ്പിനുള്ള നടപടികൾ ആരംഭിക്കും. മേപ്പാടിയിൽ ഉപയോഗത്തിലില്ലാത്ത സ്ഥലം കണ്ടെത്താൻ ആവശ്യപ്പെട്ട ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് ഓരോ വകുപ്പുകൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂമിയുടെ കണക്ക് എത്രയും വേഗം നൽകുന്നതിനാണ് നിർദ്ദേശം. അതോടൊപ്പം വനഭൂമി കൂടി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി പരിഗണിക്കണമെന്നും ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഓരോ വകുപ്പുകളും ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി, ഉപയോഗിക്കാത്ത ഭൂമി കണ്ടെത്തുക, അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നു. സ്മിത. ശരി, പി എ ഗിരീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.